നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഓരോ വർഷവും ഓരോ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്കും വളരെയധികം പ്രാധാന്യമുള്ള പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. ഈ വർഷം ഇത് 2025 ഫെബ്രുവരി മാസമാണ്. ഈ വർഷവും ഗ്രഹസംയോജനം നടക്കുന്നുണ്ട്. അത് കൂടുതലും നടക്കുന്നത് മീനം രാശിയിലാണ്. അപ്പോൾ മീനം രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് ഏറ്റവും അധികം ഭാഗ്യദായകമായൊരു വർഷം തന്നെയാണ് 2025. കൂടാതെ സൂര്യൻ, ബുധൻ, വ്യാഴം, ശനി തുടങ്ങിയ ഗ്രഹങ്ങൾക്ക് സ്ഥാനമാറ്റവും നടക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഏവർക്കും അറിയാം. ഇന്ന് തൈപ്പൂയമാണ്. എല്ലാവരും ക്ഷേത്ര ദർശനമൊക്കെ എടുത്ത് കാവടിയാട്ടമൊക്കെ ദർശിച്ച് സുഹൃതികളായിരിക്കുന്ന ഈ ഒരു വേളയിൽ ചില നക്ഷത്രക്കാർക്ക് ഇന്നു മുതൽ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ അകലാൻ പോവുകയാണ്. സാക്ഷാൽ ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം നിമിത്തമാണ് ഈ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നതെന്ന് മഹത്വപൂർണ്ണമായ ഒരു ദിനം തന്നെയാണ്. ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്ന തൈപ്പൂയ ദിനമാണിന്ന്. അപ്പോൾ ഇന്നു മുതൽ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ഒരു മാറ്റമാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ ഈ ഒരു ദുരിതങ്ങൾ, ഈ കഷ്ടപ്പാടുകളൊക്കെയും ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമി നീക്കാൻ പോവുകയാണ്, അകറ്റാൻ പോവുകയാണ്. ഭാഗ്യത്തെ അവിടെ മുളപ്പിക്കാൻ, അതായത് ഭാഗ്യത്തിൻ്റെ വിത്ത് മുളയ്ക്കാൻ പോവുകയാണ്. അന്ധകാരം, ഇരുട്ട്, വേദന, ദുഃഖം, ദുരിതം ഇതൊക്കെയും അകന്ന് ഭാഗ്യത്തിൻ്റെ, നേട്ടത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ സമയമാണ് ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടക്കാനായി പോകുന്നത്. അപ്പോൾ ഇന്നു മുതൽ ഒരു മാറ്റത്തിന് നിങ്ങൾ തയ്യാറായിക്കൊള്ളുക. അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഈ ഒരു മാറ്റം തൈപ്പൂയ ദിനം മുതൽ അടുത്ത വരുന്ന തൈപ്പൂയ സമയം വരെ, അതായത് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ആ ഒരു മാറ്റം ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് വരുന്നതെന്ന് നോക്കാം. ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുവാനായി ശ്രമിക്കുക. ആദ്യത്തെ നക്ഷത്രം തന്നെ പൂരുരുട്ടാതിയാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഇന്നു മുതൽ വളരെയധികം ഭാഗ്യം തുടങ്ങുന്ന ഒരു വർഷം തന്നെയായിരിക്കും 2025. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത കൂടി മനസ്സിലാക്കണം. തൈപ്പൂയ ദിനമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇവിടെ നിങ്ങൾക്ക് മാറാൻ പോകുന്ന ഒരവസരമാണ് വന്നടഞ്ഞിരിക്കുന്നത്. നല്ലൊരു സ്ഥിര വരുമാനം ലഭിക്കുന്ന ജോലിയിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് തീർച്ചയായും പൂരുരുട്ടായ നക്ഷത്രക്കാർക്ക് ഈ വർഷം സിദ്ധിക്കുന്നതാണ്. അത് ഇന്നു മുതൽ ഇനി ഏത് നിമിഷവും നിങ്ങൾക്ക് പുതിയതായി ഒരു വരുമാന മാർഗം ഉണ്ടാകുന്നതാണ്. അതായത് പഠിച്ചിറങ്ങി നിൽക്കുന്നവരാകട്ടെ, അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നിട്ട് എന്തൊക്കെ തടസ്സങ്ങൾ കാരണം നിർത്തേണ്ടി വന്നവരാകട്ടെ, വിദേശത്ത് ജോലി ചെയ്യാൻ പോയി അവിടെ തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ കാരണം നാട്ടിൽ വന്ന് ഒരു ജോലിയും ഇല്ലാതെ വിഷമിച്ച് പല ജോലികൾക്കായി ശ്രമിക്കുന്നവരാകട്ടെ, എങ്ങനെയുള്ളവരും ജോലിയില്ലാതെ അലയുന്ന വിഷമിക്കുന്ന ആളുകൾക്ക് ഇവിടെ സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം നിമിത്തം നല്ലൊരു സ്ഥിര വരുമാനം ലഭിക്കുന്ന, അല്ലെങ്കിൽ ഒരു ജോലി ലഭിക്കുന്ന വർഷം തന്നെയാണ് തുടങ്ങാൻ പോകുന്നത്. കാരണം ഇന്ന് തൊട്ട് ഇനി വരുന്ന അടുത്ത തൈപ്പൂയ ദിനം വരെയുള്ളൊരു സമയം നിങ്ങളുടെ മുന്നിൽ വളരെയധികം ഭാഗ്യത്തിൻ്റെ സമയമായിരിക്കും. സാമ്പത്തിക മാർഗങ്ങൾ തെളിയും എന്നതിൽ നിങ്ങൾ യാതൊരു കാരണവശാലും സംശയിക്കേണ്ടതിൻ്റെ ആവശ്യകത വരുന്നില്ല. കഷ്ടകാലങ്ങൾ നിങ്ങളെ വിട്ട് അകലുന്ന ഒരു സമയം തന്നെയാണ് ഇപ്പോൾ ഇന്നു മുതൽ തൈപ്പൂയ ദിനം മുതൽ തുടങ്ങിയിരിക്കുന്നത്. ജീവിത സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് തിരിച്ചു പിടിക്കുവാൻ സാധിക്കുന്നതാണ്. ഒരുപാട് നാളായില്ലേ സന്തോഷമായി ഒന്നിരുന്നിട്ട്, സമാധാനമായി ഒന്ന് ഉറങ്ങിയിട്ട്, ഇനി അതൊക്കെ തിരിച്ച് നിങ്ങൾക്ക് കിട്ടേണ്ട ഇന്നത്തെ ഈ തൈപ്പൂയ ദിനം മുതൽ അതൊക്കെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടുകയാണ്. സ്വന്തമായൊരു ജോലി, സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കുക എന്ന നിങ്ങളുടെ ഏറ്റവും വലിയ നേട്ടത്തിലേക്കാണ് ഇന്നു മുതൽ നിങ്ങൾ കടക്കാനായി പോകുന്നത്. മനസ്സിന് സന്തോഷം നൽകുന്ന ഒട്ടനവധി കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഈ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഇന്നു മുതൽ വരുന്ന ഒരു വർഷക്കാലത്തിനുള്ളിൽ സാധിക്കുന്നതാണ്. നിങ്ങളുടെ മനസ്സിന് എന്തൊക്കെയാണ് നിങ്ങൾ സന്തോഷം നൽകുന്നത്? അച്ഛനും അമ്മയും സന്തോഷമായിരിക്കുന്നതാകാം, ഒരു ജോലി കിട്ടുന്നതാകാം, നിങ്ങളുടെ മക്കൾ സന്തോഷമായിരിക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ മനസ്സിന് ഏതൊക്കെ വിധത്തിലുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണോ സന്തോഷം ലഭിക്കുന്നത്, ആ കാര്യങ്ങളൊക്കെയും തൈപ്പൂയ ദിനം മുതൽ സാക്ഷാൽ ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം നിമിത്തം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിക്കുന്നതാണ്. മാനസിക വിഷമങ്ങളൊക്കെയും അകലുന്ന സമയമാണ്. തീർത്ഥാടന യാത്രകൾ വേണ്ടിവരും. അതായത് നിങ്ങൾക്ക് ഈ ഒരു സമയം ആത്മീയമായ കാര്യങ്ങളിലേക്ക് കൂടി നിങ്ങളുടെ മനസ്സെത്തും. കാരണം അത്രത്തോളമുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കഴിഞ്ഞു പിന്നിട്ട വഴികളിൽ. അതിനൊരു മാറ്റം ഇന്നു മുതൽ തൈപ്പൂയ ദിനം മുതൽ, ഓർത്തുകൊള്ളൂ, ഇന്ന് തൈപ്പൂയ ദിനം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടിയെത്തുന്നത് ഭഗവാന്റെ മുഖമായിരിക്കും. അപ്പോൾ അദ്ദേഹത്തെ കാണണമെന്ന് ആഗ്രഹം വരും. ദൂരെയുള്ള ക്ഷേത്രങ്ങളിലേക്കൊക്കെ തീർത്ഥാടന യാത്രയ്ക്ക് പോകേണ്ടതായ അവസരം കൂടി, അല്ലെങ്കിൽ മനസ്സുകൂടി നിങ്ങൾക്ക് സജ്ജമാകുന്നതാണ്. കളിയാക്കിയ ആളുകൾ, വീണ്ടും കേൾക്കുക, നിങ്ങളെ കളിയാക്കി പരിഹസിച്ച് പുച്ഛിച്ച ആളുകൾ നിങ്ങളുടെ നേട്ടം കണ്ട് അന്താളിച്ച് കണ്ണു മഞ്ഞളിച്ച് നിൽക്കുന്ന ഒരു സമയത്തിലേക്കാണ് പൂരുരുട്ടാതി നക്ഷത്രക്കാർ കടക്കാൻ പോകുന്നത്. അതും ഈ തൈപ്പൂയ ദിനം മുതൽ സാക്ഷാൽ ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം നിമിത്തം.
രണ്ടാമത്തെ നക്ഷത്രം ഉത്രട്ടാതിയാണ്. വിദേശ യോഗം തെളിയുന്ന ഒരു സമയമാണ് ഈ തൈപ്പൂയം മുതൽ വരുന്ന തൈപ്പൂയം വരെയുള്ള ഒരു വർഷക്കാലം നിങ്ങളുടെ മുന്നിലുള്ളത്. സൗഭാഗ്യങ്ങൾ ഒന്നൊന്നൊന്നായി നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ്. സാമ്പത്തിക നേട്ടം അനവധിയായി, ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചു കഴിഞ്ഞു, ഒരു നേരത്തിന് കഴിക്കാൻ ആഹാരം പോലും കിട്ടാതെയുള്ള ബുദ്ധിമുട്ടുകളും വലച്ചിലുകളും ഉണ്ടായി. അതൊക്കെ ഇവിടെ മാറാൻ പോവുകയാണ്. ജീവിതത്തിൽ സന്തോഷം വന്നു ചേരുന്ന ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ ഈ തൈപ്പൂയ ദിനം മുതൽ ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം നിമിത്തം നിങ്ങൾ എത്തിച്ചേരാനായി പോകുന്നത്. മെച്ചപ്പെട്ട ഒരു ആരോഗ്യം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആകെ ഒരു ക്ഷീണിതനായൊരവസ്ഥ അല്ലെങ്കിൽ ക്ഷീണിതയായൊരവസ്ഥ നിങ്ങൾക്കുണ്ട്. അതിനൊരു മാറ്റം വരാൻ പോവുകയാണ്. മക്കൾക്ക് വേണ്ടി പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്, അതായത് ഉത്രട്ടാതി നക്ഷത്രക്കാരായ മാതാപിതാക്കളാണ് ഇത് കേൾക്കുന്ന, അല്ലെങ്കിൽ നക്ഷത്രക്കാരായ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് പല വിധത്തിലുള്ള കാര്യങ്ങളും നൽകാനായി അതുവഴി നിങ്ങൾക്കും സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകുന്നതാണ്. ബിസിനസ്സിലൂടെ ധനം വന്നു ചേരാനുള്ള യോഗം തെളിഞ്ഞിട്ടുണ്ട്. സാമ്പത്തിക ബാധ്യതകൾ അകലുന്ന ഒരു സമയം തന്നെയാണ്. പല ബുദ്ധിമുട്ടുകളും നീങ്ങുന്ന ഒരു സമയവും തൊഴിൽ ലബ്ധിയുടെ സമയം, അതേപോലെ തന്നെ പൊതുഗൃഹവാസം കൂടി നിങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ, അതായത് ഈ ഒരു വർഷക്കാലം ഇന്നേക്ക് അടുത്ത തൈപ്പൂയം വരെയുള്ള ഒരു വർഷക്കാലത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇതൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക്. രേവതിയാണ് അടുത്ത നക്ഷത്രം. ഇതുവരെ അനുഭവിച്ച കഷ്ടപ്പാടുകൾ തീരെ അകലുന്ന ഒരു സമയത്തിനാണ് ഈ തൈപ്പൂയ ദിനം മുതൽ നിങ്ങൾക്ക് നാന്ദി കുറിക്കുന്നത്. സാമ്പത്തിക പുരോഗതി, ഒരു മേന്മ, ഒരു നേട്ടം, സാമ്പത്തികമായ ഒരു മാറ്റം, ഇതൊക്കെയും നിങ്ങൾക്ക് ഇന്നു മുതൽ ദൃശ്യമാകുന്നതാണ്. വീട് പുതുക്കി പണിയണം എന്നുള്ള ആഗ്രഹം ഒരുപാട് നാളായി കലശലായി മനസ്സിലുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ധനമില്ല. ധനം കയ്യിലോട്ട് വരുമ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ, അസുഖങ്ങൾ, മനസ്സില്ലാത്ത അവസ്ഥ, ഇതൊക്കെയും മാറുകയാണ്. ധനം കയ്യിലേക്ക് വരികയും വീട് മോടി പിടിപ്പിക്കണമെന്നുള്ള ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഇവിടെ സാക്ഷാത്കരിക്കുവാനായി പോകുന്നത്. സ്ഥിര വരുമാനം നിങ്ങൾക്കും സൃഷ്ടിക്കപ്പെടുന്ന ഒരു സമയമാണ്. കേവലമായി കേൾക്കാതിരിക്കുക. കാരണം എന്തെന്നാൽ ഇവിടെ തൈപ്പൂയ ദിനം മുതൽ ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹമാണ് നിങ്ങൾക്ക് ലഭിക്കുവാനായി പോകുന്നത്. മനസ്സിന് സന്തോഷം നൽകുന്ന അനവധി കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് ഈ വരുന്ന ഒരു വർഷക്കാലമുള്ള സമയം കടന്നു പോകേണ്ടതായി വരും. സന്തോഷവും സമാധാനവും എന്തെന്ന് നിങ്ങൾ അറിയാൻ പോകുന്ന ദിനങ്ങളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. സമ്പാദിക്കുവാൻ കഴിയുന്ന അത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾക്ക് നേട്ടങ്ങൾ സമ്പാദിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ്. ആഗ്രഹിച്ചതിലും ഇരട്ടി നേട്ടമായിരിക്കും ഇന്നു മുതലുള്ള സമയം നിങ്ങൾക്ക് ലഭിക്കാനായി പോകുന്നത്. ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. ആഗ്രഹിച്ചതും കൊതിച്ചതുമായ ഒരു കാര്യങ്ങളും ലഭിച്ചില്ല. വിധിച്ചതുപോലും തട്ടിത്തെറിച്ച് പോയ അവസ്ഥയുണ്ടായിട്ടുണ്ട്. ആ അവസ്ഥയ്ക്കൊക്കെയും ഇവിടെ മാറ്റം വരാൻ പോവുകയാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത കൂടി മനസ്സിലാക്കണം. ഇന്ന് തൈപ്പൂയ ദിനമാണ്. ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ഇന്ന് ആവോളമുള്ള ഈ ദിനത്തിൽ ഒരു മാറ്റമാണ് വരാൻ പോകുന്നത്. ഇത് ഫലവത്തായ ഒരു പ്രവചനമായി തന്നെ നിങ്ങൾക്ക് കരുതാവുന്നതാണ്. ഇന്നു മുതൽ നിങ്ങൾക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുമെന്നതിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട.